കൽപ്പറ്റ പുത്തൂർ വയലിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു എന്നതാണ്. ആനപ്പാറ കോളനിയിലെ രമേശിന്റെ വീടിന്റെ പരിസരത്തുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുത്തൂർ വയൽ ബാങ്ക് പരിസരത്തുള്ള രമേശിന്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. വീടിന്റെ പിറകുവശത്തായി ഒരു കിണർ ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 8 മീറ്ററോളം ആഴമുള്ള കിണറാണിത് എന്നാണ് പറയുന്നത്. വില്ലേജ് അധികൃതരെത്തി ഇതിൻ്റെ കൃത്യമായ കണക്കുകളെല്ലാം തന്നെ പരിശോധിച്ച് മടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ കാലവർഷക്കെടുതി വലിയ രീതിയിൽ വയനാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പലയിടങ്ങളിലും എന്നുള്ളതാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ്. രമേശിനോട് തന്നെ ചോദിക്കാം, എന്താണ് ശരിക്കും സംഭവിച്ചത്? എങ്ങനെയാണത്? അത് രാത്രി ആയതുകൊണ്ട് സൗണ്ടൊന്നും കേട്ടില്ല, കനത്ത മഴയായിരുന്നു. പിന്നെ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് വീട്ടിലും താമസങ്ങളില്ല, അതുകൊണ്ട് തന്നെ ജീവനൊന്നും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ പോയി. അത്രയേ ഉള്ളൂ. വീടിന് ഭീഷണിയാണ്, 2 വീടിനും ഭീഷണിയാണ്. ഏതാനും 2 ദിവസം കൂടി ഇതേപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ 2 വീട് ഇടിയാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മുന്നേ നമ്മൾ അധികാരികൾക്ക് ഇതിൻ്റെ നിവേദനം കാര്യങ്ങളൊക്കെ കൊടുത്താണ്. അപ്പം വാർഡ് മെമ്പർമാരും കാര്യങ്ങളൊക്കെ പറയുന്നത് MLA അല്ല MP ഫണ്ട് വെച്ചുകൊണ്ട് വലിയൊരു പദ്ധതി വേണമെന്നാണ് പറയുന്നത്. ഒരു സാധാരണ മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ തന്നെ വെള്ളം കയറി റോഡ് ബ്ലോക്ക് ആകുന്നതാണ്. സാധാരണക്കാരായ പാൽ കൊടുക്കാൻ പോകുന്ന സൊസൈറ്റിയിലേക്ക് പോകുന്നവരും വിദ്യാർത്ഥികളൊക്കെ പോകുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അത് എപ്പോഴും ബ്ലോക്ക് ആകുന്നതാണ്. രാത്രി അത്ര ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പുഴകളെല്ലാം തന്നെ പല പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയുണ്ട്. ചിലയിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ഉരുൾപൊട്ടൽ സാധ്യത, മണ്ണിടിച്ചിൽ സാധ്യത ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.